ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ വ്ളോഗ്. ഇത് സുട്ടുൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ്. സുട്ടുവിന് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് വീക്ക് ജാനുവരി ആയപ്പോൾ തന്നെ ഹൈലൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മോഡൽ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ജസ്റ്റ് സ്റ്റുഡിയോയിൽ കയറിയ സമയത്ത് ഞങ്ങൾക്കൊരു ജീൻസ് ഇഷ്ടപ്പെട്ടു, അതെടുത്തു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഷോപ്പിലൊക്കെ കയറി നോക്കി. ഞങ്ങളുടെ കയ്യിലുള്ള റെഫറൻസ് പിക്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ആ സംഭവം കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ പ്ലേ ഏരിയയിലൊക്കെ പോയി. സുട്ടന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വേഗം ഹൈലൈറ്റിന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കല്യാൺ സിൽക്കിലേക്കായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 2-3 ഡ്രസ്സൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ ചെറുട്ടി റോഡ് പോയി. ചെറുട്ടി റോഡ് പോയ സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് സുട്ടുവിന് ഫിറ്റല്ലായിരുന്നു ആ ഡ്രസ്സ്. അങ്ങനെ അതവിടെ മാറ്റി വെച്ച് ഞങ്ങൾ മിഷ്കൽ പള്ളീൻ്റെ അവിടെ പോയി. സുട്ടുവിന് ഇപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് പാമ്പേഴ്സ് വാങ്ങൽ. അപ്പോൾ ആ പാമ്പേഴ്സും കളക്ട് ചെയ്ത് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ കുറച്ച് നേരം ഇരുന്നു, ചായയൊക്കെ കുടിച്ചു, കുറച്ച് കടലിൻ്റെ അടുത്തൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ ഒരു District 11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ കയറിയപ്പോൾ സമയത്തേക്ക് ഞങ്ങളുടെ പ്ലാനൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ജീൻ്റെ ഷർട്ട് എടുത്ത് ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അന്നത്തെ ദിവസം ബൈ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റാൻഡംലി മുക്കം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെൻഡ്സിലൊന്ന് കയറി നോക്കി. വൈറ്റ് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വൈറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നേരത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾക്കൊരു കറക്റ്റ് ഫിറ്റിങ്സിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ടാറ്റ ബൈ പറഞ്ഞു. ആൻഡ് ഫൈനലി ഞങ്ങൾ എരഞ്ഞിപ്പാലം മാക്സിലെത്തി. ഇവിടുന്ന് ആ ഒരു ക്രീം ഷർട്ട് ഞങ്ങൾ സുട്ടുവിന് എടുത്തു. ആൻഡ് നല്ല ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ സുട്ടുവിന് കുറച്ചുകൂടി ടീഷർട്ട്സൊക്കെ നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ബ്ലൂ ടീഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ നേരെ ബാക്കിൽ ഒരു ആനക്കുട്ടീൻ്റെ ടീഷർട്ട് ഉണ്ടായിരുന്നു. അതാണ് സുട്ടുവിൻ്റെ കണ്ണിലുടക്കിയത്. അപ്പോൾ സുട്ടുവിന് അത് മതി പറഞ്ഞപ്പം ആനക്കുട്ടീൻ്റെ ടീഷർട്ട് എടുത്തു. പിന്നെ സുട്ടുവിന് അവിടെ ഒരു ആനക്കുട്ടീൻ്റെ ബാഗും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബാഗ് സുട്ടുവിന് വാങ്ങിക്കൊടുത്തു. വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മാക്സിനോടും ടാറ്റ ബൈ പറഞ്ഞു. സുട്ടൻ ആനക്കുട്ടീൻ്റെ ബാഗും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഹാപ്പിനെസ്സാണ് സുട്ടൻ്റെ ഫേസിൽ കാണുന്നത്. പിന്നെ ചെറുട്ടി റോഡിൽ അന്നത്തെ ദിവസം ഞങ്ങൾ പോയ സമയത്ത് കണ്ടുവച്ച ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു. February 2 ഞങ്ങളൊരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു സുട്ടുവിൻ്റെ ഒരു ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള. ആൻഡ് ഫൈനലി ദ ഡേ ഹാസ് അറൈവ്ഡ്. February 4 സുട്ടുവിൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. രാവിലെ തന്നെ എണീറ്റ് സുട്ടുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ തൊട്ടടുത്തുള്ള സാലിഗ്രാമ അമ്പലത്തിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം സുട്ടുവിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പ്രസാദം വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. ആൻഡ് വൈകുന്നേരം ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. ഉച്ചയ്ക്കായപ്പോഴേക്ക് എൻ്റെ അനിയത്തിയും വന്നു. പിന്നെ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ചെറുതായിട്ടൊരു ഡെക്കോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയിലേക്കൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഡെക്കറേഷനാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ആനയുടെ തീമിലായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ തീം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത ഒരു തീം. ആ വലിയ ആനക്കുട്ടിയാണ് ഞങ്ങൾ സുട്ടുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ ചെറുതാണെങ്കിലും ഞങ്ങൾ വിചാരിച്ച പോലെ നല്ല അടിപൊളിയായിട്ട് സുട്ടുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഫാമിലിയും ഏട്ടൻ്റെ ഫാമിലിയും പിന്നെ ഞങ്ങൾ 1-2-3 ക്ലോസ് ഫ്രണ്ട്സൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ച് സുട്ടുവിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് അങ്ങനെ ആ ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി. ഞങ്ങളും 2 year ഓഫ് പാരൻറ്റിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.